ഹായ് ഫ്രണ്ട്സ്, അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫിഷ് നിർവാണയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് അതുപോലെ വളരെ ടേസ്റ്റായിട്ട് ചേർത്തെടുക്കാൻ പറ്റിയ ഒന്നാണ് ഫിഷ് നിർവാണം. അപ്പോൾ നമ്മുടെ സാധാരണക്കാരൻ്റെ അടുക്കളയിലും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഫിഷ് നിർവാണം തയ്യാറാക്കിയെടുക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ദിസ് ഇസ് ധന്യ സോണി ആൻഡ് വെൽക്കം ടു അവർ ധന്യാസ് വേൾഡ്. ഏത് മീൻ ഉപയോഗിച്ച് നമുക്ക് ഫിഷ് നിർവാണം തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ നമ്മുടെ പിലോപ്പി മീൻ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ വീഡിയോസ് കാണാം. അതുപോലെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിന് 2 പീസ് മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ മീനിലോട്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ലേശം ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നല്ലപോലെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ 2 മീൻ നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനൊരു ചട്ടിയിലോട്ട് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ നമ്മുടെ മീൻ 2ഉം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 മീനും ഒരു വശം ഒരു 4 മിനിറ്റ് ഒന്ന് മീഡിയം ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം മറിച്ചിട്ട് ഒരു 4 മിനിറ്റും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഓവറായിട്ട് കുക്കഡ് ആവേണ്ട ആവശ്യമില്ല. നല്ല സോഫ്റ്റായ രീതിയിൽ ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. നമ്മുടെ മീനിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി ആ വറുത്ത മീനിന് ഉള്ള ബാലൻസുള്ള വെളിച്ചെണ്ണയാണ് ഞാൻ നമ്മുടെ മൺചട്ടിയിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണയാണെങ്കിലും ഒഴിച്ച് കൊടുക്കാം. ലേശം വെളിച്ചെണ്ണ മൺചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മൺചട്ടിയിൽ തന്നെ ഫിഷ് നിർവാണം തയ്യാറാക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമ്മൾ ഒരു വാഴയില വെട്ടിക്കൊണ്ടിട്ടുണ്ട്. അത് 2 പീസാക്കിയിട്ട് നമ്മുടെ മൺചട്ടിയുടെ ഒന്ന് കവർ ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ വറുത്ത വെളിച്ചെണ്ണയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും കുറേശ്ശെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ വറുത്ത വെളിച്ചെണ്ണയ്ക്ക് പകരം ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണ വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മളതിൻ്റെ മുകളിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ട് നമ്മുടെ 2 മീനും വെച്ച് കൊടുക്കുന്നുണ്ട്. എത്ര മീൻ വറുത്തിട്ട് വേണമെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. നല്ല കട്ടിയുള്ള നാളികേര പാലാണ് ഇനി ഒഴിച്ച് കൊടുക്കുന്നത്. നല്ല കട്ടിയുള്ള നാളികേരപ്പാൽ അത്യാവശ്യം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ളതനുസരിച്ച് നമ്മൾ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു ചെറിയ പീസ് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതാണ്. ഇഞ്ചിയുടെ ടേസ്റ്റൊക്കെയാണ് ഇതിൽ മുൻപിൽ നിൽക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് കുരുമുളക് പൊടി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് പച്ചമാങ്ങയുടെ ചെറിയൊരു പീസിൽ നിന്ന് കുറച്ചിട്ട് കൊടുക്കാം. നമുക്ക് പച്ചമാങ്ങ ചേർത്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ചെറുനാരങ്ങ നീര് ഒരു പകുതി ചെറുനാരങ്ങ നീര് പിഴിഞ്ഞത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ തീ കത്തിച്ച് കൊടുക്കാം. നമുക്ക് ഒരു ചെറിയ തളയൊക്കെ വന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുറുകിയ രീതിയിലുള്ള പേസ്റ്റ് രൂപത്തിലുള്ള ഗ്രേവിയൊക്കെ തയ്യാറായിട്ട് കിട്ടുന്നതായിരിക്കും. ഈ സമയത്ത് ഇതിൽ ഉപ്പും പുളിയും എരിവും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഫിഷ് നിർവാണം നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ വളരെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ്. കുക്കിംഗ് പഠിക്കുന്നവർക്ക് വരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഫിഷ് നിർവാണം എല്ലാവരും തന്നെ തയ്യാറാക്കി നോക്കിയോളൂ. നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ 5 മിനിറ്റ് നമ്മുടെ ഫിഷ് നിർവാണം അവിടെ തിളച്ചിട്ടുണ്ട്. അത്യാവശ്യം ഗ്രേവിയൊക്കെ കുറുകിയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫാക്കാം. ഇനി നമുക്ക് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഫിഷ് നിർവാണം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയിട്ടുണ്ടല്ലേ. എല്ലാവരും തന്നെ ഒരു തവണയെങ്കിലും വളരെ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കിക്കോളൂ. മറ്റു വീണ്ടും വരാം. ഇതുവരെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്തതിന് താങ്ക് യു.